കാൻലിവർ ആയിട്ട് ചെയ്തെടുത്ത ഒരു മെറ്റൽ സ്റ്റെയർ കേസ് ആണ്. ഫസ്റ്റത്തെ സ്റ്റെപ്പുകളും ലാൻഡിങ്ങും വരെ കാൻലിവർ ആയിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്, ഈ ഒരു സ്റ്റെയർ കേസിന്റെ മോഡൽ. അതായത് കാൻലിവർ എന്ന് പറയുമ്പോൾ നമുക്ക് സപ്പോർട്ട്സ് എല്ലാം നമ്മളെ വാളിനകത്ത് പോവും, സെൻട്രലിലൂടെയുള്ള സപ്പോർട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു എയറിൽ നിൽക്കുന്ന ഒരു ഫീൽ ആയിരിക്കും ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇത് ഫുൾ ഫിനിഷ് ചെയ്തതിനു ശേഷം നമുക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ കാണിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസുകൾ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ സ്ട്രക്ചറിന്റെ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് പ്ലാസ്റ്ററിങ്ങിന് മുമ്പായിട്ട് തന്നെ ഇതിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യണം. മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ് കണ്ടില്ലേ, അതൊരു സിംഗിൾ സ്ട്രിങ് സ്റ്റെയർ കേസ് ആണ്, സെൻട്രലിലൂടെ പൈപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗ്ലാസ് ആൻഡ് റെയിൽ നമ്മൾ ചെയ്തതിന്റെ കാര്യം സംസാരിക്കാനാണ്. ഇവിടെ നമ്മൾ ഗ്ലാസ് ആൻഡ് റെയിൽ ചെയ്തു, അതിൽ മാസ്റ്റർ പോസ്റ്റ് താഴോട്ട് ഇറക്കി കൊടുത്തിട്ടില്ല, അല്ലാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലാൻഡിങ് വരെ കാൻലിവർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ലാൻഡിങ് മുതൽ ബാക്കിയുള്ള ഈ ഒരു 4 സ്റ്റെപ്പും കൂടി സിംഗിൾ സ്ട്രിങ്ങിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. സെൻറ്ററിൽ കൂടെ ഒരു പൈപ്പ് കൊടുത്തിട്ടുള്ള മോഡലിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള കംപ്ലീറ്റ് ഏരിയകൾ ഗ്ലാസ് ആൻഡ് റെയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാം സൈഡ് ഫിക്സ്ഡ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സ്റ്റഡ് വെച്ചിട്ട് SS-ന്റെ സ്റ്റഡ് ഫിറ്റിങ്സ് വെച്ചിട്ട് സൈഡ് ഫിക്സിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം സ്പേസ് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡിസൈൻസ് ആളുകൾ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ സൈഡിൽ ഗ്ലാസ് ആൻഡ് റെയിൽ ഫിക്സ് ചെയ്യുമ്പോൾ ഇതിന്റെ സ്ട്രെങ്ത് കുറയുമെന്ന് ചോദിക്കാറുണ്ട്. ഒരിക്കലും ഇല്ല, നല്ല സ്ട്രെങ്ത്തിലായിരിക്കും ഇത് ഉണ്ടാവുന്നത്. സേഫ്റ്റിയും സ്ട്രെങ്ത്തും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഗ്ലാസ് ആൻഡ് റെയിൽ 100% ഷുവർ ആണെന്നുള്ളതാണ്. ടെഫൺ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നോർമൽ ഗ്ലാസിനേക്കാളും ഒരു 6ഓളം ടൈം കൂടുതൽ സ്ട്രെങ്ത് ആണ് ടെഫൺ ഗ്ലാസുകൾ എപ്പോഴും. എങ്കിലും ഒരിക്കലും നമ്മൾ ബ്രേക്ക് ആവില്ല എന്ന് പറയാൻ കഴിയില്ല. ബ്രേക്ക് ആവും, പക്ഷെ നമുക്ക് ഇഞ്ചുറീസ് വളരെ കുറവാവും. ഔട്ട്സൈഡ് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ചാരുപടി പോലെയുള്ള ഒരു ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയ ഹൈറ്റിൽ ഒരു 50 സെന്റിമീറ്ററിന്റെ അകത്ത് നിർത്തിയിട്ടാണ് 2 ഇഞ്ച് റൗണ്ട് SS-ന്റെ പൈപ്പാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഒരു കർവ് ഡിസൈനാണ് കേട്ടോ ഇവിടെ വരുന്നത്, ഒരു കർവായിട്ട് വരുന്ന രീതിയിലുള്ള ഡിസൈനാണ്. പിന്നെ ഇത് കൂടാതെ നമ്മളിവിടെ ഗ്ലാസ് പെർഗോള ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് പെർഗോള അല്ലെങ്കിൽ കാനോപ്പി എന്നൊക്കെ പറയും. അത് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ കാനോപ്പിക്കുള്ള ഒരു പ്രത്യേകത, ഇതിൽ നമ്മൾ സപ്പോർട്ട്സ് പൈപ്പ് ട്യൂബ് സപ്പോർട്ടൊന്നും കൊടുത്തിട്ടില്ല, കാൻലിവർ ആയിട്ട് കൊടുത്ത് അതിൽ റാഡ് കൊടുത്തിട്ട് മുകളിലോട്ട് കൊടുത്തിട്ടുള്ള രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സിറ്റ് ഔട്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ്. 10 mm തിക്നെസ്സിൽ വരുന്ന ടഫേൺഡ് ക്ലിയർ ഗ്ലാസ് ആണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ SS-ന്റെ റോഡ് കാര്യങ്ങളെല്ലാം